രാഷ്ട്രീയ തീരുമാനങ്ങൾ തങ്ങൾ പ്രഖ്യാപിക്കും. തങ്ങൾ പ്രഖ്യാപിക്കുന്ന വാക്കിനപ്പുറത്ത് പിന്നെ ആർക്കും ഒരു അഭിപ്രായമില്ല എന്നൊക്കെ പറയും. നമ്മൾ സാറിന് ചിലപ്പോൾ ഇങ്ങനെ പറയുമല്ലോ, ആ വരയ്ക്ക് അപ്പുറത്തേക്ക് പോകത്തില്ല, പക്ഷെ ഞങ്ങൾ ആ വരയിടും എന്ന് പറയുന്നൊരു ഫലിതമുണ്ടല്ലോ അതിനകത്ത് എന്ന് പറയുന്ന പോലെ ഇത്തരം രാഷ്ട്രീയ തീരുമാനങ്ങളോ അല്ലെ അത്തരം കാര്യങ്ങളോ എടുക്കുമ്പോൾ തങ്ങളതിൽ വളരെ സജീവമായി ഇൻവോൾവ് ചെയ്തുകൂടിയാണോ തീരുമാനമെടുക്കുന്നത്, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ചർച്ചയുടെ അവസാന ഘട്ടത്തിൽ ഇടപെടുന്ന ഒരു ശൈലി? ഈ ഒട്ടും ക്ഷമിക്കാൻ തയ്യാറല്ലാത്തത്, അല്ലെങ്കിൽ തിരുത്താൻ തയ്യാറല്ലാത്തത്, അല്ലെങ്കിൽ തിരിച്ചറിയാൻ തയ്യാറല്ലാത്തത് ഈ രാഷ്ട്രീയ നേതാക്കളെക്കാൾ കൂടുതൽ ആത്മീയ നേതാക്കളാണെന്ന് ഞാൻ ഉത്തരം പറയാൻ പ്രയാസമുള്ളൊരു ചോദ്യമാണ് ഞാൻ താങ്കളോട് ചോദിക്കുന്നത്. പക്ഷെ ആ ചിരിയിൽ നിന്ന് എനിക്ക് വായിച്ചെടുക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. ഒരുപക്ഷെ കോൺഗ്രസോ UDF അടുത്തവണ അധികാരത്തിൽ വന്നാൽ ലീഗ് ആരെയായിരിക്കും മുഖ്യമന്ത്രിയായി വേണമെന്ന് പറയുക? ഇപ്പൊ ഒരു തീരുമാനമാണ് മനസ്സിലുള്ളത്. നമ്പർ 2 എന്നൊരു ഇതുണ്ടല്ലോ, അത് തുടരും. നമ്പർ 1 ആവണോ എന്നുള്ളത് ബാക്കിയുള്ള എല്ലാവരും കൂടിയാണ് തീരുമാനിക്കേണ്ടത്. രാഷ്ട്രീയ, സാമൂഹിക, ആത്മീയ മേഖലയിൽ നമ്മൾ കേരളം കേട്ടിട്ടുള്ള പേരുകൾക്കെല്ലാം ഒരു ചതുരമുണ്ടാകാറുണ്ട്. ആ ചതുരം ഒന്നെങ്കിൽ ഒരു സംസ്ഥാന പദവി, അല്ലെങ്കിൽ ഒരു ദേശീയ പദവി, അല്ലെങ്കിൽ ഒരു സമുദായ സംഘടനയാണെങ്കിൽ അതിൻ്റെതായ ഒരു വളയത്തിനകത്തുള്ള ഒരു ചതുരത്തിനകത്താണ് കേരളം സാമാന്യേന എല്ലാ നേതാക്കളെയും അടയാളപ്പെടുത്തി പോരുന്നിട്ടുള്ളത്. എന്നാൽ ആ ചതുരത്തിനും അപ്പുറം ഈ പറയുന്ന ഏതെങ്കിലും ഒരു കക്ഷി രാഷ്ട്രീയത്തിന്റെ മേൽവിലാസങ്ങൾക്കപ്പുറത്ത്, സമുദായത്തിന് മേൽവിലാസങ്ങൾക്കപ്പുറത്ത് കാലങ്ങളായി നിലനിന്നു പോകുന്ന പാരമ്പര്യത്തിന്റെ തുടർച്ചയെന്നോണം തണലായും സാന്ത്വനമായും ഒക്കെ മാറുന്ന ഒരു കുടുംബമുണ്ട് കേരളത്തിൽ. പെട്ടെന്ന് നിങ്ങൾക്ക് ഓർമ്മ വന്നിട്ടുണ്ടാവും, പാണക്കാട് കൊടപ്പനയ്ക്കൽ തറവാടെന്ന് പറയുന്നത് ആ കുടുംബമാണ്. ഇപ്പോൾ ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനും അതിലുപരി ഈ പറയുന്ന കേരളത്തിന്റെ ഒരു പൊതുമുദ്ര ചാർത്തപ്പെട്ട പ്രിയപ്പെട്ട സാദുഖ് അലി തങ്ങളാണ് എന്നോടൊപ്പം ഉള്ളത്. തങ്ങളെ ശരിക്കും ഈ കേരളം ഈ അങ്ങയുടെ കുടുംബത്തിനും ഈ പറയുന്ന ആ കുടുംബത്തിനും ആ പാരമ്പര്യത്തിനും ഒക്കെ നൽകുന്ന അതിന്റെ ഒരു അടയാളപ്പെടുത്തലിനെ സംബന്ധിച്ച് മനസ്സിൽ അങ്ങയുടെ ഒരു ബോധ്യമുണ്ടോ? ശരിക്കും നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഇതൊരു പരമ്പരാഗതമായി കിട്ടിയിട്ടുള്ള ഒരു തുടർച്ചയാണ്. അത് എൻ്റെ പിതാവിന്റെ കാലം തൊട്ടും അതിന്റെ മുമ്പുണ്ട്. പിതാവിന്റെ വല്യപ്പുണ്ടായിരുന്നു, ബാപ്പയുടെ ബാപ്പ. അപ്പോൾ അവരുടെ ആ കാലം തൊട്ട് തന്നെ ജനങ്ങളുമായിട്ടുള്ള ബന്ധം രൂഢമൂലമായിരുന്നു. എല്ലാവരും സൂചിപ്പിക്കാറുള്ളത് ഒരു ആത്മീയ നേതൃത്വം എന്നാണല്ലോ പറയാറുള്ളത്. പക്ഷെ ആ ആത്മീയത എന്നുള്ളത് സാധാരണഗതിയിൽ ആത്മീയത എന്നൊക്കെ പറയുമ്പോൾ ജനങ്ങളിൽ നിന്ന് ഇങ്ങനെ ഉയർന്നു നിൽക്കുക, ജനങ്ങളുമായി ബന്ധമില്ലാതെ സ്വന്തമായിട്ടുള്ള ഒരു രീതിയായിരിക്കുമല്ലോ. പക്ഷെ എന്റെ കുടുംബത്തിന്റെ പാരമ്പര്യം എന്നുള്ളത് അത് ജനങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ടുള്ള ഒരു ആത്മീയതയാണ്. അതിനെ മാറ്റി നിർത്തിക്കൊണ്ട് സാധാരണക്കാരായ ജനങ്ങൾക്ക് പ്രാപ്യമായ ഒരു അതെ അതാണ്. മറ്റേത് വേഷഭൂഷാദികളെ കൊണ്ടൊക്കെ അലങ്കൃതമായൊരു വ്യക്തിത്വമായിരിക്കും പലർക്കും ഉണ്ടാവുക, ഈ ആത്മീയത എന്ന് പറയുന്നത്. ഇതങ്ങനെയല്ല, ഇത് സാധാരണക്കാരോടൊപ്പം ചേർന്നുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ തയ്യാറായിക്കൊണ്ടുള്ള ആ ഒരു പാരമ്പര്യമാണ്. അത് എൻ്റെ ഉപ്പയുടെ വല്യപ്പയുടെ കാലം തൊട്ട് തന്നെ. അത് പിന്നെ മലബാർ കലാപത്തിന്റെ കാലത്ത് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടം നടന്നിരുന്ന ആ കാലത്ത് തന്നെ അവരൊക്കെ ജനങ്ങളോടൊപ്പമായിരുന്നു ആ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടത്തോട്. അതിന്റെ പടയാളികൾ, അതിൽ ആ സമരക്കാരോട് ചേർന്ന് നിന്നുകൊണ്ട് അവർക്ക് ആവേശം പകർന്നിട്ടുള്ള ഒരു ചരിത്രമാണ്. അങ്ങനെയാണ് ഞങ്ങളുടെ ആ ഒരു പാരമ്പര്യം തുടങ്ങുന്നത്. പിന്നീടത് എൻ്റെ ബാപ്പയുടെ കാലത്ത് സെയ്ത് PMS ബുക്കോയത്തങ്ങളുടെ കാലത്തെത്തിയപ്പോൾ അതിന് രാഷ്ട്രീയമായിട്ട് അദ്ദേഹം നേരത്തെ കോൺഗ്രസിന്റെ പ്രവർത്തകനായിരുന്നല്ലോ, കോൺഗ്രസ് അനുഭാവിയായിരുന്നു. പിന്നെ സ്വാതന്ത്ര്യത്തിന് ശേഷം മുസ്ലിം ലീഗ് രൂപീകൃതമായതിനൊക്കെ ശേഷം പിന്നീട് അദ്ദേഹം മുസ്ലിം ലീഗിലേക്ക് കടന്നു. ബാഫയ്ക്ക് തങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന ആ സമയത്ത് അങ്ങനെ പിന്നെ മുസ്ലിം ലീഗിലെ പ്രസിഡന്റ് എന്നുള്ള നിലക്ക് രാഷ്ട്രീയത്തിൽ പിന്നെ കടന്നു വന്നു. പിന്നെ സെയ്ദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും മൈദലി തങ്ങളൊക്കെ തന്നെ ആ ഒരു വഴിയിലൂടെ തന്നെ സഞ്ചരിച്ചു. അപ്പോഴൊക്കെ തന്നെ രാഷ്ട്രീയേതരമായ രീതിയിൽ, രാഷ്ട്രീയത്തിനൊക്കെ അതീതമായിട്ട്, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരുമായും
ചേർന്ന് നിന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തന ശൈലിയാണ് അവരൊക്കെ തന്നെ കാഴ്ചവെച്ചത്. പിന്നെ ഞങ്ങളുടെ വിശ്വാസം എല്ലാവരും ഞങ്ങൾ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. അവിടെ രാഷ്ട്രീയ പക്ഷെ അവിടെ ഒരു സംശയമുള്ളത്, പലപ്പോഴും ഈ ലീഗ് രാഷ്ട്രീയത്തെ കുറിച്ച് പറയുമ്പോൾ ട്രോളുകളായി മറ്റുള്ള സ്ഥലങ്ങളിലുമൊക്കെ എപ്പോഴും പറയുന്നത് ഇങ്ങനൊരു സമ്പന്നരുടെ പാർട്ടി, ബിരിയാണി പാർട്ടി, വലിയ ശതകോടീശ്വരന്മാരുടെ വാഹനങ്ങളിൽ വരുന്ന പാർട്ടി എന്നുള്ള നിലയിലാണ്. പക്ഷെ ഞാൻ 1-2 തവണ ഈ പറയുന്ന തങ്ങളുടെ വീട്ടിൽ വന്നപ്പോൾ കണ്ടത് ഒരു സാധാരണക്കാരായ മനുഷ്യരെയാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന ഈ 2 വിഭാഗങ്ങളെന്ന് പറയപ്പെടുന്നതിന്റെ ഇടയിലുള്ള മധ്യവർത്തി അല്ലെങ്കിൽ അത്തരം ഒരു സംഗതിയുടെ ഒരു അടയാളപ്പെടുത്തൽ എങ്ങനെയാണ്? അത് സാധാരണക്കാരോട് തന്നെയാണ് ഞങ്ങൾക്ക് ഏറെ അടുപ്പമുള്ളത്. സാധാരണക്കാർ തന്നെയാണ് കൂടുതലും വരാറുള്ളത്. പിന്നെ ഇപ്പൊ ഈ കോടീശ്വരന്മാരും പണക്കാരുടെ സമൂഹത്തിന്റെ ഭാഗം തന്നെയാണല്ലോ, അവരും ഞങ്ങളുടെ അടുത്ത് വരും, സ്വാഭാവികമാണ്. അതല്ലാതെ അതൊക്കെ 0.1% അത് വരുള്ളൂ. ബാക്കി 99% സാധാരണക്കാരാണ് ഞങ്ങളോട് സഹകരിക്കുന്നത്. മുസ്ലിം ലീഗ് പാർട്ടിയിൽ അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. പിന്നെ ഇപ്പൊ ഈ പണക്കാർ എല്ലാ പാർട്ടിയിലും ഉണ്ടാവുമല്ലോ, അത് ആവശ്യമാണ്, കുറ്റമല്ല. കാരണം ഒരു പാർട്ടി പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നതിന് ഫണ്ടുകൾ ആവശ്യമാണല്ലോ. അങ്ങനെയുള്ള ആളുകളോടും ബന്ധമുണ്ടാവും. അതല്ലാതെ അതിനുവേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയായിട്ടോ അല്ലെങ്കിൽ ഒരു വിഭാഗമായിട്ടോ ഒന്നുമല്ല ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. എല്ലാവരെയും ചേർത്ത് നിർത്തി, പ്രത്യേകിച്ച് ദരിദ്രരായിട്ടുള്ള ആളുകളാണ് കൂടുതൽ ഞങ്ങളെ കാണാറുള്ളത്. അവർക്കാണുള്ള അവശതയും വേദനയും അതുപോലെ തന്നെ ആശങ്കകളും ഒക്കെ ഉള്ളത്, ജീവിതത്തെക്കുറിച്ചുള്ള ആശങ്കകളൊക്കെ ഉള്ളത്. ഞങ്ങൾക്ക് രാവിലെ ഞങ്ങളിപ്പോൾ അവിടെ ആളുകളെ കാണാതിരുന്നാൽ ഞങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നത് ഈ ആശങ്കകളുടെ വിവരണങ്ങളാണ്. ഓരോരുത്തരുടെയും പ്രയാസങ്ങൾ, അവരുടെ കുടുംബപരമായിട്ടുള്ള പ്രയാസങ്ങളുണ്ടാവും, അല്ലെങ്കിൽ അവർക്ക് നേരിടുന്ന സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങളുണ്ടാവും, രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ടാവും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കാറുള്ളത്. അപ്പോൾ അവർക്ക് ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ അവർക്ക് ആശ്വാസം കിട്ടുന്ന രീതിയിലുള്ള പ്രതികരണങ്ങളൊക്കെ ഞങ്ങളിൽ നിന്നുണ്ടാവും. അത് അവർ ഇഷ്ടപ്പെടുന്നു, അവർ സംതൃപ്തിയോടെ മടങ്ങുന്ന ഒരു രീതിയാണ് ഉണ്ടാകാറുള്ളത്. ഈ എന്തായാലും തങ്ങളുടെ ഉപ്പയുടെ കാലം, ജ്യേഷ്ഠന്റെ കാലം, അതിനുശേഷം ഹൈദരലി തങ്ങളുടെ കാലം, ഇതെല്ലാം തങ്ങൾ അടുത്ത് നിന്ന് കണ്ടിട്ടുള്ള ഒരു കാലമാണ്. ഈ കാലം മുന്നോട്ട് സഞ്ചരിക്കുന്നതനുസരിച്ച് വിഷയങ്ങൾ സങ്കീർണമാവുകയാണ്. അത് ആത്മീയമായും രാഷ്ട്രീയമായും സാമൂഹ്യമായും ഒക്കെ. ആ അർത്ഥത്തിൽ ഈ സമീപകാലത്തെ ഇതിന് നേതൃത്വം നൽകിയവർ നേരിടുന്ന വെല്ലുവിളികളെക്കാൾ ഏറ്റവും ശക്തമായ ഒരു വെല്ലുവിളിയും മുന്നിലുള്ള ഈ കടമ്പകളും തങ്ങൾക്കായിരിക്കും കൂടുതലെന്ന് ഞാൻ പറഞ്ഞാൽ അങ്ങ് നിഷേധിക്കും. അതെ, ഓരോ കാലത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ ആ കാലത്തിലെ ഏറ്റവും സങ്കീർണമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ഇപ്പൊ മുൻകാലങ്ങളിൽ ജീവിച്ചിരുന്നവര് നേരിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, അത് അന്നത്തെ ഏറ്റവും സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. അതിപ്പോ ഇന്ന് വരുമ്പോ ഇന്നിപ്പോ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ, ഇന്നിപ്പോ സോഷ്യൽ മീഡിയ ആർക്കും വാഴുന്ന ഒരു കാലം, ആർക്കും എന്തും ആവാം. ഒരു സോഷ്യൽ എഡിറ്റിംഗ് നടക്കാത്ത ഒന്നാണ് ഇന്നത്തെ പൊതു ജീവിതം എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും എഡിറ്റർമാരാണ്, സ്വയം എഡിറ്റർമാർ ചമഞ്ഞുകൊണ്ട് ഉള്ള ഒരു രീതിയാണ് ഇന്നിപ്പോ സമൂഹത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ അതിനനുസരിച്ച് നമ്മളും മാറേണ്ടി വരും എന്നുള്ളതാണ്. ഈ എല്ലാവരുടെയും വേദനയും ആശങ്കയും ഒക്കെ അകറ്റുമ്പോൾ നമ്മളിപ്പോൾ ചിലപ്പോൾ ഒരു അനാവശ്യ വിവാദത്തിൽ, അനാവശ്യ വിമർശനത്തിൽ, കാര്യമില്ലാതെ പഴി കേൾക്കേണ്ടി വരുന്നതിലൊക്കെ വരുമ്പോൾ സ്വയം വേദനിക്കാം. അല്ല, വിമർശനങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് അതിനൊക്കെ പോസിറ്റീവായിട്ടാണ് നമ്മൾ കാണാറുള്ളത്. വിമർശനങ്ങളിൽ നിന്നും നമുക്ക് ഒട്ടും വിമർശനം പാടില്ല എന്നൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ലല്ലോ. വിമർശനങ്ങൾ അത് ഓരോരുത്തർക്കും ഓരോ സ്വാതന്ത്ര്യമാണ്, ഓരോരുത്തർക്ക് അവരുടെ അഭിപ്രായങ്ങൾ പറയേണ്ടി വരും. ആ അഭിപ്രായങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് വിമർശനമായി തോന്നാമെങ്കിലും അതിൽ വല്ല കാര്യവുമുണ്ടോ എന്ന് നമ്മൾ സ്വാഭാവികമായിട്ടും അന്വേഷിക്കുമല്ലോ. അങ്ങനെ വല്ലതുണ്ടെങ്കിൽ അതിനെ തിരുത്താൻ വേണ്ടിയുള്ള ഒരു ശ്രമങ്ങളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. എല്ലാവരും തൃപ്തിപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണല്ലോ. പിന്നെ ഒരാളൊരു കാര്യം പറയുമ്പോൾ അയാൾ പറയുന്നതിന്റെ പിന്നിലെ വികാരം, ചേതോവികാരം എന്താണെന്ന് തിരിച്ചറിയാനുള്ള ഒരു സ്വാഭാവികമായിട്ടുള്ള പിന്നെന്താ പറയാ പരമ്പരാഗതമായി കിട്ടിയിട്ടുള്ള ഒരു സംഭവമുണ്ട്. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് പ്രതികരിക്കാൻ പറ്റും. അങ്ങനെയാണ് അത് മാനേജ് ചെയ്യുന്നത്. ഈ സാമൂഹ്യ വിഷയങ്ങൾ ഒത്തിരി കേൾക്കാറുണ്ട്, രാഷ്ട്രീയ വിഷയങ്ങൾ ഒത്തിരി കേൾക്കാറുണ്ട്, ആത്മീയ വിഷയങ്ങൾ ലൈക്ക് ഇങ്ങനെ സമുദായത്തിനിടയിലുള്ളത്, പല തരത്തിലുള്ള വ്യത്യസ്ത സമുദായങ്ങളെ വ്യത്യസ്ത സംഘടനകളെ ഒരുമിച്ചിരുത്തുന്നത്, ഓരോ സംഘടനയ്ക്കകത്തുള്ളത്. ഇതിലേറ്റവും തലവേദനയെ സങ്കീർണതയും ഏത് വിഷയത്തിലാണ് തങ്ങളുടെ കാര്യം? ഇന്നത്തെ കാലത്ത് മതത്തെയും രാഷ്ട്രീയത്തെയും, മതപരമായിട്ടുള്ള കാര്യങ്ങൾ രാഷ്ട്രീയപരമായിട്ട്, രാഷ്ട്രീയത്തിൻ്റെതായ ഒരു മേച്ചിൽപ്പുറമുണ്ട്, മതത്തിൻ്റെതായിട്ടൊരു മേച്ചിൽപ്പുറമുണ്ട്. പക്ഷെ ഇത് പലപ്പോഴും അനാരോഗ്യകരമായി ഇതിനെ കൂട്ടിക്കുഴക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഇപ്പോൾ ഇന്ന് കേരളത്തിൽ
അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മുസ്ലിങ്ങൾ മാത്രമല്ല, ഇപ്പൊ ഇതര സമുദായക്കാരുണ്ടല്ലോ, അതിലൊക്കെ അതുണ്ടല്ലോ. ഒരു വിഭാഗം ഈ രാഷ്ട്രീയത്തിന് മേലെ ആണ് കാര്യങ്ങൾ. അപ്പൊ അവരെന്താണോ പറയുന്നത് അതാണ് ഇവിടെ നടപ്പാക്കേണ്ടത് എന്നുള്ളതാണ്. മതപരമായിട്ടുള്ള വിഷയങ്ങൾ, അതായത് ആചാരപരമായിട്ടുള്ള ഈ കാര്യങ്ങളിൽ, ആത്മീയപരമായിട്ടുള്ള അനുഷ്ഠാനപരമായിട്ടുള്ള കാര്യങ്ങളിൽ, അതിലൊക്കെയാണ് അവർ കൂടുതലായിട്ട് നേതൃത്വം കൊടുക്കേണ്ടത്. പൊതുവിഷയങ്ങളിൽ അതിലിപ്പോ പിന്നെ രാഷ്ട്രീയമായി ഇന്ത്യയുടെ ഏറ്റവും വലിയൊരു ഒരു സ്വത്വം എന്നുള്ളത് ഇവിടുത്തെ ഒരു ബഹുസ്വരതയാണ്. ആ ബഹുസ്വരത ശക്തിപ്പെടുന്നത്, ആ ബഹുസ്വരത രക്ഷപ്പെട്ടു പോകുന്നത് രാഷ്ട്രീയമായിട്ടുള്ള വീക്ഷണങ്ങളിലൂടെയാണ്. അതാണല്ലോ ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ ഒരു പ്രത്യേകത. അതാണല്ലോ ഒരുപാട് അഭിപ്രായങ്ങൾ ഇവിടെ ഉണ്ട്. ആ അഭിപ്രായങ്ങളുടെ സംഘടന തന്നെയാണ് നമ്മുടെ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നത്. നമ്മുടെ ഇന്ത്യ മുന്നോട്ട് പോകുന്നത് അങ്ങനെ തന്നെയാണ്. രാഷ്ട്രീയമായിട്ട് എങ്ങനെയായാലും രാഷ്ട്രീയ പാർട്ടിയാണ് അധികാരത്തിൽ വരുന്നത്, അവരാണ് ഭരിക്കുന്നത്, അവരാണ് നയങ്ങൾക്ക് രൂപം കൊടുക്കുന്നത്. അപ്പൊ രാഷ്ട്രീയത്തിനൊരു മേധാവിത്വം ഉണ്ട് എന്ന് അംഗീകരിക്കാൻ മത നേതൃത്വം തയ്യാറാകണം. അതാണ് ഇപ്പൊ ഇന്നത്തെ കാലത്ത് നമുക്കൊക്കെ തോന്നുന്നത്. ഈ ഒട്ടും ക്ഷമിക്കാൻ തയ്യാറല്ലാത്തത്, അല്ലെങ്കിൽ തിരുത്താൻ തയ്യാറല്ലാത്തത്, അല്ലെങ്കിൽ തിരിച്ചറിയാൻ തയ്യാറല്ലാത്തത് ഈ രാഷ്ട്രീയ നേതാക്കളെക്കാൾ കൂടുതൽ ആത്മീയ നേതാക്കളാണെന്ന് ഞാൻ പറഞ്ഞ അതില് ഞാൻ പറഞ്ഞില്ല, അതൊക്കെ ഓരോ വ്യക്തിപരമായിട്ടുള്ള ഓരോരുത്തരുടെ കാര്യങ്ങളാണ്. നമുക്കിപ്പോ പറയാൻ കഴിയുക എല്ലാവരും ഒരു പൊതുവായ കാഴ്ചപ്പാടിലേക്ക് എല്ലാവരും വരണം എന്നുള്ളതാണ്. ഇപ്പൊ മത രംഗത്ത് പ്രവർത്തിക്കുന്നവരായാലും ഇവിടെ ഒരു മതം മാത്രമല്ലല്ലോ, ഇവിടെ വിവിധ മതങ്ങളുണ്ട്. അപ്പൊ ആ വിവിധ മതങ്ങൾക്കിടയിൽ രഞ്ജിപ്പോ യോജിപ്പോ ഉണ്ടാക്കാനാണ് ശ്രമിക്കേണ്ടത്. ഞാനിപ്പോ എന്റെ മതത്തിന്റെ കാര്യം പറയുമ്പോൾ അത് മറ്റ് മതക്കാർക്ക് അത് പ്രയാസപ്പെടുമോ എന്ന് ഞാൻ ചിന്തിക്കേണ്ടതുണ്ട്. കാരണം വിശുദ്ധ പ്രവാചകരുടെ കാലഘട്ടം തൊട്ട് തന്നെ അങ്ങനെയാണുള്ളത്. ഇതര മതക്കാരെ പിന്നെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുന്ന ഒരു സംഭവം ഒരിക്കലും പ്രവാചകൻ സ്വല്ലല്ലാഹു കാലത്തുണ്ടായിട്ടില്ല. മറ്റു മതങ്ങളുടെ വിശ്വാസങ്ങളുണ്ടാവും, ആചാരങ്ങളുണ്ടാവും. അതിനെ കൂടി ബഹുമാനിച്ചുകൊണ്ടാണ്, അവർക്ക് കൂടി പ്രവർത്തിക്കാനും അവരുടെ വിശ്വാസാചാരങ്ങളിൽ ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുത്തുകൊണ്ട് തന്നെയാണ് ഇസ്ലാം വളർന്നിട്ടുള്ളത്. അപ്പൊ അത് മുസ്ലിങ്ങളുടെ കാര്യത്തിലാവുമ്പോൾ അത് മുസ്ലിം നേതാക്കള് അത് കൂടുതൽ ഇപ്പൊ ഇന്ന് പലപ്പോഴും മറ്റുള്ളവര് എന്താണോ തങ്ങളുടെ അഭിപ്രായ പ്രകടനത്തിൽ മറ്റുള്ളവർ എങ്ങനെയാണോ ചിന്തിക്കുന്നത് എന്ന് പലപ്പോഴും ആരും ഓർക്കാം. ഇതിലൊരു പ്രധാന കാര്യം ഞാൻ അവിടെ വന്നപ്പോൾ കണ്ടതും നമ്മൾ കേട്ടും അറിഞ്ഞും മനസ്സിലാക്കിയിട്ടുള്ളത്, ഇപ്പൊ ആ തറവാട്ടിലേക്ക് വരുന്നവർ അല്ലെങ്കിൽ അവിടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ വരുന്നതിൽ നല്ലൊരു ശതമാനവും മറ്റിതര സഹോദര സമുദായത്തിൽപ്പെട്ടവരാണ്. ഈ അവരുടെ ഒരു സ്നേഹവും വിശ്വാസവും പാരമ്പര്യമായി നിലനിർത്തിക്കൊണ്ടുപോകുന്ന ഒരു രസതന്ത്രം എന്താണ് ശരിക്കും പറഞ്ഞത്? അവിടെ നമുക്ക് പറയാലോ, നമ്മളിപ്പോ അവിടെ പിന്നെ ഞങ്ങളുടെ അടുത്ത് വരുന്ന ആൾക്കാരുണ്ടാവും. അവരൊക്കെ ഞങ്ങൾ സമീപിക്കുന്നത് അവർക്ക് മനുഷ്യർ എന്നുള്ള നിലക്കാണ്. അവരുടെ വിശ്വാസമോ അവരുടെ ആചാരമോ അവരുടെ മറ്റു അനുഷ്ഠാന കാര്യങ്ങളോ അതൊന്നുമല്ല. അവരൊക്കെ മനുഷ്യരാണല്ലോ. ആദ്യം മനുഷ്യനാവണമല്ലോ. ആദ്യം മനുഷ്യനായിട്ടാണ് പിന്നെ അവർ വിശ്വാസങ്ങളും ആചാരങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ പിന്നെ ആ പ്രാഥമികമായി പ്രൈമറി തലത്തിൽ അവർ മനുഷ്യരാണ്. അപ്പോൾ ആ മനുഷ്യരാണ് ഞങ്ങളോട് സംസാരിക്കുന്നത്. അതിനനുസരിച്ചാണ് ഞങ്ങൾ അവർക്ക് മറുപടി കൊടുക്കാറുള്ളത്. മനുഷ്യന്റെ ഏറ്റവും വലിയ ഒരു പിന്നെ ആഗ്രഹം എന്നുള്ളത് സമാധാനത്തോടെ ജീവിക്കുക എന്നുള്ളതാണ്. കുടുംബത്തിൽ സമാധാനം വേണം, ഭാര്യയോട് സമാധാനം വേണം, കുട്ടികളോട് സമാധാനം വേണം, അയൽക്കാരോട് സമാധാനം വേണം, നാട്ടുകാരോട് സമാധാനം വേണം. ഈ നിലക്ക് സമാധാനത്തെയാണ് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനുവേണ്ടിയാണ് ഞങ്ങളുടെ അടുത്ത് വരുന്നത്. അപ്പൊ അതനുസരിച്ച് അവർക്കൊക്കെ സമാധാനം ഉണ്ടാകുന്ന രീതിയിൽ അവരോട് ഞങ്ങൾ തിരിച്ചും പെരുമാറുന്ന ഒരു അത്തരം ഒരു മനസ്സുള്ള തങ്ങൾ എവിടെയെങ്കിലും ഒന്ന് ഒരു കേക്ക് മുറിക്കുന്ന സ്ഥലത്ത് പോയി, അല്ലെങ്കിൽ ഒരു ക്ഷേത്രത്തിൽ പോയി, അല്ലെങ്കിൽ അവിടെ പോകുമ്പോഴത്തേക്ക് കുറച്ചുപേര് നിലവിളിക്കുന്നത് കാണുന്നു. ഞാൻ പറയുന്നത് ആര് നമ്മളെ ക്ഷണിച്ചാലും നമ്മൾ പോകണം എന്നുള്ളതാണ്. അവര് നമുക്ക് എന്ത് സൽക്കരിക്കുന്നോ അത് അതിന്റെ ഭാഗമാവുക. അവർ മദ്യം നമുക്ക് വിളമ്പി തരുന്നില്ലല്ലോ. അവരൊക്കെ തരുന്നത് നല്ല ഭക്ഷണം, മനുഷ്യന് കഴിക്കുന്ന ഭക്ഷണം തന്നെ ആയിരിക്കും അവർ നമുക്ക് തരുന്നത്. പായസം നമുക്ക് കുടിക്കേണ്ടി വരും, കേക്ക് കഴിക്കേണ്ടി വരും. അതല്ലാതെ അതൊന്നും എനിക്ക് പറ്റില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോ ഇത് ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവരുടെ ഉദ്ദേശശുദ്ധി അത്ര ശരിയല്ല എന്നുള്ളതാണ്. ഒക്കെ മീഡിയയിൽ നിറഞ്ഞു നിൽക്കണം. അല്ലെങ്കിൽ അവർ പറയുന്ന കാരണം വികാരജീവികളുണ്ടല്ലോ അവിടെ. അപ്പൊ പറഞ്ഞ ഒരു വാർത്ത കിട്ടും. അതെ ഇവരൊക്കെ ഇത്തരം പ്രചാരണങ്ങളൊക്കെ വരുമ്പോ അതിന് പ്രതിനിധി കുറച്ച് ആൾക്കാരുണ്ടാവും, അതിലവർ സംതൃപ്തി അടയുന്നുണ്ടാവും. അതാണ്. പക്ഷേ തങ്ങൾ അതിനൊക്കെ മറുപടി കൊടുക്കുന്നത് കുറച്ചുകൂടെ ഹൈ ഗ്രേഡിലേക്ക് സഞ്ചരിച്ച. ഇവിടെ കേക്കിന്റെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും വന്നപ്പോൾ തങ്ങൾ നേരെ പോയി റോമിൽ പോയി മാർപ്പാപ്പയെ കണ്ടത്. എങ്ങനെയുണ്ടായിരുന്നു ആ കണ്ട അനുഭവം? മാർപ്പാപ്പയുമായിട്ടുള്ള കൂടിക്കാഴ്ച എന്നുള്ളത്
അദ്ദേഹം പിന്നെ ലോകത്തെ മനസ്സിലാക്കുന്നു എന്നുള്ളൊരു ചിന്ത ഞങ്ങൾക്കുണ്ടാക്കിയത്. ഞങ്ങൾ കേരളത്തിൽ നിന്നാണ് വന്നത് എന്ന് അദ്ദേഹത്തിന് അറിയായിരുന്നല്ലോ. കാരണം ഇവിടുത്തെ ശ്രീനാരായണ ഗുരു ജയന്തിയുടെ ഭാഗമായിട്ടാണ് അവിടെ പോയിട്ടുള്ളത്. അപ്പോൾ കേരളത്തെക്കുറിച്ച് അദ്ദേഹം നല്ലോണം പഠിച്ചിട്ടുണ്ട്. കേരളത്തിൻ്റെ ഈ ഭൂസ്വരതയും വിവിധ സമുദായങ്ങൾ തമ്മിലുള്ള ഈ യോജിപ്പൊക്കെ അദ്ദേഹം നല്ലോണം മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ക്രിസ്തീയ സഭകളും ഇവിടെ സജീവമാണല്ലോ. അപ്പോൾ ആ രീതിയിലൊക്കെ തന്നെ അദ്ദേഹത്തിന് കേരളത്തെ മനസ്സിലാക്കാൻ പറ്റി. ആ നിലക്ക് തന്നെയാണ് അദ്ദേഹം ഞങ്ങളോട് പെരുമാറിയിരുന്നതും. കേരളം കാഴ്ചവെക്കുന്ന ഈ ഭൂസ്വരത ഒന്ന് നിലനിർത്തണം, എല്ലാവരോടും ചിരിച്ചുകൊണ്ട് നിങ്ങൾ സമീപിക്കുക എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ചിരിക്കാനുള്ള കഴിവ് മനുഷ്യന് മാത്രമേ ഉള്ളത്. അപ്പോൾ ആ ചിരിയിലൂടെ സമാധാനത്തിനും സഹവർത്തിത്വത്തിനും ആ ചിരിയിലൂടെ നമ്മൾ മുൻതൂക്കം കൊടുക്കണം എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. പിന്നെ ഞങ്ങളോട് കുറേ ഏറെ സമയം അദ്ദേഹം ചിലവഴിച്ചൊന്നുമില്ല. സാധാരണ വത്തിക്കാനിൽ പോകുമ്പോൾ നമുക്കറിയാമല്ലോ, പോകുമെന്ന് വിഷ് ചെയ്ത് പോകാറേ ഉള്ളൂ വിശ്വാസികളെ കാണും. ഇത് ഏതാണ്ട് 2 മണിക്കൂറോളം ഞങ്ങളോടൊപ്പം അദ്ദേഹം ചിലവഴിക്കുകയുണ്ടായി. എല്ലാവരോടും ചേർന്ന് ഇപ്പോൾ അദ്ദേഹം പിന്നെ ഫോട്ടോയ്ക്കൊക്കെ പോസ് ചെയ്തു. പിന്നെ ഓരോരുത്തരും കൊണ്ടുപോയ പിന്നെ സമ്മാനങ്ങളുണ്ട്. ആ സമ്മാനങ്ങളൊക്കെ അദ്ദേഹം വളരെ സന്തോഷപൂർവ്വം സ്വീകരിച്ചുകൊണ്ട് നല്ലൊരു ആതിഥ്യ മര്യാദ ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടാൻ സാധിച്ചു. ഒരു ആത്മീയ നേതാവിനുണ്ടായിരിക്കേണ്ടതായ പിന്നെ ഒരു സൗഹൃദം, അതുപോലെ തന്നെ എല്ലാവരോടും ഒരു നല്ല സമീപനം, ഒരു സമന്വയത്തിൻ്റെ ഒരു ഭാഷയാണ് അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹവുമായി ഇടപഴകാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷം. തങ്ങളെ ഈ തങ്ങൾ പരമ്പരയും അതുമായി ബന്ധപ്പെട്ട തുടർച്ചയും അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചുള്ള തങ്ങളുടെ ഒരു അറിവ് എന്താണ്? അത് എന്തെങ്കിലും അത് യമനിൽ നിന്നാണ് ഞങ്ങളുടെ പാരമ്പര്യം. മക്കയിൽ നിന്ന് മദീനയിൽ നിന്നൊക്കെ യമനിലേക്ക് അറബികൾ യാത്ര ചെയ്തിട്ടുണ്ട്, പ്രവാചക കുടുംബം യാത്ര ചെയ്തിട്ടുണ്ട്. യമനിലെ പിന്നെ അവിടുത്തെ പ്രവർത്തനങ്ങൾക്കൊക്കെ വേണ്ടി അങ്ങനെ യമനിൽ നിന്ന് ഒരുപാട് കുടുംബ പരമ്പരകൾ അവിടെയുണ്ട്. സംഘന്മാർക്ക് ഒരു കബീലകൾ എന്ന് പറയും. അതിലിപ്പോൾ ഒരു കബീലയാണ് ബാ അലവി ഷിഹാബുദ്ദീൻ, അതുപോലെ തന്നെ ബാ അലവി ജിഫ്രി ഉണ്ട്, അതുപോലെ തന്നെ ബാഫക്കി കുടുംബമുണ്ട്. ഇങ്ങനെ ഒരുപാട് പരമ്പരകളുണ്ട്. അപ്പം അതിൽപ്പെട്ട ഒന്നാണ് ഇപ്പോൾ ബാ അലവി ഷിഹാബുദ്ദീൻ എന്ന് പറയുന്നത്. ഇവിടെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഫാത്തിമാബിയുടെ മക്കൾ ഹസൻ, ഹുസൈൻ റളിയല്ലാഹു അൻഹു. അപ്പോൾ ഞങ്ങൾ ഈ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ആ പാരമ്പര്യമാണ്. ഹസൻ റളിയല്ലാഹുവിൻ്റെ മക്കൾ പരമ്പര പറയുന്നുണ്ട്. ഇത് ഹുസൈൻ്റെ ആ പാരമ്പര്യം. ഞങ്ങൾ ഹുസൈനിൽ നിന്ന് അറിയപ്പെടുക ബാ അലവി ഷിഹാബുദ്ദീൻ. ഇപ്പോൾ എൻ്റെ പേരാണ് അല്ലെങ്കിൽ സെയ്ദ് മുഹമ്മദ് അലി ഷിഹാബ്, ജ്യേഷ്ഠൻ്റെ പേര് അൽ ഹുസൈനി എന്നുകൂടി വെക്കാറുണ്ട് രേഖകളിലൊക്കെ. അപ്പോൾ ആ ഹുസൈനി പാരമ്പര്യമാണ്. പിന്നെ കേരളത്തിൽ വന്നപ്പോൾ പിന്നെ ഷിഹാബ് എന്നുള്ളത് പ്രചരിക്കാൻ കാരണം കൂടുതൽ പ്രചരിച്ചത് ഇപ്പോൾ വാപ്പാൻ്റെ കാലത്തുണ്ട്. പക്ഷേ സെയ്ദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ, മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളിലൂടെ ഷിഹാബ് എന്ന് പ്രത്യേകമായിട്ട് പത്രങ്ങളും മറ്റുമൊക്കെ ആ രീതിയിലാണ് അടയാളപ്പെടുത്തിയിരുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ ഷിഹാബിൻ്റെ അത് കൂടുതൽ അറിയപ്പെട്ടത്. അപ്പോൾ അതൊരു പരമ്പരയാണ്. ഓക്കെ, 2 ചെറിയ രാഷ്ട്രീയ ചോദ്യങ്ങൾ കൂടിയുള്ളൂ, ഞാൻ അവസാനിപ്പിക്കാൻ സമയമില്ലാത്തതുകൊണ്ട്. ഒന്ന്, പിന്നെ ഈ സാധാരണ പറയാറുണ്ട് രാഷ്ട്രീയ തീരുമാനങ്ങൾ തങ്ങൾ പ്രഖ്യാപിക്കും, തങ്ങൾ പ്രഖ്യാപിക്കുന്ന വാക്കിനപ്പുറത്ത് പിന്നെ ആർക്കും ഒരു അഭിപ്രായം ഇല്ല എന്നൊക്കെ പറയും. നമ്മൾ സാറിന് ചിലപ്പോൾ ഇങ്ങനെ പറയുമല്ലോ, ആ വരയ്ക്ക് അപ്പുറത്തേക്ക് പോകത്തില്ല, പക്ഷെ ഞങ്ങൾ ആ വരയിടും എന്ന് പറയുന്നൊരു ഫലിതം ഉണ്ടല്ലോ അതിനകത്ത്. എന്ന് പറയുന്ന പോലെ ഇത്തരം രാഷ്ട്രീയ തീരുമാനങ്ങളോ അല്ലെ അത്തരം കാര്യങ്ങളോ എടുക്കുമ്പോൾ തങ്ങളതിൽ വളരെ സജീവമായി ഇൻവോൾവ് ചെയ്തുകൂടിയാണോ തീരുമാനം എടുക്കുന്നത്, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ചർച്ചയുടെ അവസാന ഘട്ടത്തിൽ ഇടപെടുന്ന ഒരു ശൈലിയാണോ തങ്ങൾ? ലീഗിനെ സംബന്ധിച്ചിടത്തോളം ലീഗിന് ഒരു സമിതിയുണ്ട്. രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിൽ ആ സമിതി കൂടി ചർച്ച ചെയ്യുമ്പോൾ അതിപ്പോൾ ഖാലിദ് മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിൻ്റെ കാലഘട്ടം വീട്ടിൽ തന്നെ അദ്ദേഹം ദേശീയ പ്രസിഡന്റായിരുന്നു. ആ കാലത്തും തീരുമാനങ്ങളൊക്കെ പ്രഖ്യാപിക്കുക അദ്ദേഹം തന്നെയാണ്. പക്ഷേ അദ്ദേഹവും മറ്റുള്ളവരുമായിട്ടൊക്കെ അദ്ദേഹത്തോടൊപ്പം സീതി സാഹിബ് ഉണ്ടായിരുന്നു, വോക്കർ സാഹിബ് ഉണ്ടായിരുന്നു, കേരളത്തിലെ നേതാക്കൾ, ഉത്തരേന്ത്യയിൽ നിന്നുള്ള മറ്റു നേതാക്കൾ, അവരോടൊക്കെ ആലോചിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം തീരുമാനത്തിലെത്താറുള്ളത്. അപ്പോൾ അത് തന്നെയാണ് പിന്നെ ബാഫക്കി തങ്ങൾ പ്രസിഡന്റായ സമയത്തും അദ്ദേഹമാണ് പിന്നീട് കാര്യങ്ങളൊക്കെ പ്രഖ്യാപിച്ചിരുന്നത്. അപ്പോഴൊക്കെ തന്നെ ഈ സമിതിയുമായി ബാഫക്കി തങ്ങളുടെ CH ഉണ്ടായിരുന്നു, അതുപോലുള്ള മറ്റ് നേതാക്കളുണ്ടായി, അവരോടൊക്കെ കൂടി ആലോചിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ തീരുമാനിക്കുക. അത് പിന്നെ എൻ്റെ വാപ്പയുടെ കാലത്തും സെയ്ദ് മുഹമ്മദ് ഷിഹാബ് തങ്ങളുടെ കാലത്തൊക്കെ തന്നെ, ഇപ്പോൾ ഉദാഹരണം ബാബരി മസ്ജിദ് താർന്ന ആ സംഭവത്തിൽ അന്ന് വളരെ സങ്കീർണമായൊരു അവസരമായിരുന്നല്ലോ. അന്ന് ഒരിക്കലും ഷിഹാബ് തങ്ങൾ ഒറ്റക്കൊരു തീരുമാനം എടുത്തിരുന്നില്ല. അദ്ദേഹം മുസ്ലിം ലീഗിന്റെ നേതാക്കളോട് മാത്രമല്ല അന്ന് കാര്യങ്ങൾ സംസാരിച്ചത്. അന്ന് മത നേതാക്കളുമായിട്ടൊക്കെ മതപണ്ഡിതന്മാരുമായിട്ടൊക്കെ സംസാരിച്ചതിന് ശേഷമാണ് ബാബരി മസ്ജിദിന്റെ കാര്യത്തിൽ സമാധാനത്തിന്റെ ഒരു വഴിയാണ് നമുക്ക് ആവശ്യം
അത് നിലനിർത്തേണ്ടതുണ്ട്. അതല്ലാതെ വൈകാരികതയ്ക്ക് അടിമപ്പെട്ടുകൊണ്ടുള്ള ഒരു തീരുമാനമല്ല നമ്മൾ എടുക്കേണ്ടത്. അന്ന് സമൂഹം അങ്ങനെ ഒരു പ്രചാരണമായിരുന്നു. എന്തിന് കോൺഗ്രസിനോടൊപ്പം നിൽക്കണം, എന്തിന് ഈ മതേതര പാർട്ടിയെ നിൽക്കണം, നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ വ്യക്തിത്വം, കാരണം പള്ളി പൊളിഞ്ഞില്ല ഇനിയും ആരെ കാത്തു നിൽക്കുന്ന എന്നൊക്കെയുള്ള വൈകാരികമായിട്ടുള്ള പ്രകടനങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ അതല്ല, അവിടെ ബഹുസ്വരതയെ മതേതരത്തെ ശക്തിപ്പെടുത്തുക. ഇപ്പോൾ അവിടെ അക്രമം ചെയ്തത്, ഇപ്പോൾ ബാബരി മസ്ജിദ് പൊളിച്ചത് എല്ലാ ഹിന്ദുക്കളും കൂടിയല്ലല്ലോ, അതിലൊരു കർഷകരായ ഒരു വിഭാഗം ചെയ്തതാണ്. അത് മുഴുവൻ ഹിന്ദുക്കളും അതിന് കുറ്റക്കാരല്ല, അവരൊരു ഭാഗവാക്കായിട്ടില്ല. പിന്നെ ഇതിനെ എല്ലാവരെയും നമ്മൾ പണക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഒരു സമൂഹം എന്നുള്ളവർക്ക് അവരെല്ലാം അംഗീകരിച്ചുകൊണ്ട് ചെയ്ത് മുസ്ലിം സമുദായം എന്നൊരു ന്യൂനപക്ഷ സമുദായമാണ്. ഒരു രാജ്യത്തൊരു ന്യൂനപക്ഷ സമുദായത്തിന് ഒറ്റക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. മറ്റുള്ളവരോടുള്ള സഹവർത്തിത്വത്തോടുകൂടെ, അതുപോലെ സഹിഷ്ണുതയോടെ മറ്റുള്ളവരുമായി കൂടി ചേർന്നുകൊണ്ട് തന്നെയാണ് നമുക്ക് ഒരു ബഹുസ്വര സമൂഹത്തിൽ മുന്നോട്ട് പോകാൻ കഴിയും. അപ്പോൾ ആ നിലക്കുള്ള തീരുമാനമാണ് എടുത്തത്. അതെല്ലാം കൂടി ആലോചിച്ചെടുത്തുള്ള തീരുമാനം. ഈ മുഖ്യമന്ത്രിയുടെ പേര് ഈ പാണക്കാട് കുടുംബങ്ങളുടെ നാവിൻ തുമ്പിൽ നിന്ന് വന്നിട്ടുണ്ട്, മന്ത്രിമാരുടെ പേരുകളൊക്കെ വന്നിട്ടുണ്ട്. ഇങ്ങനെ പലരെയും നിർദ്ദേശിക്കപ്പെട്ട് ഒരുപാട് മന്ത്രിമാരെയും മുഖ്യമന്ത്രിമാരെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ ഈ കുടുംബത്തിൽ നിന്ന് ആരും അങ്ങനെ ഉണ്ടായിട്ടില്ല. ഈ പൊതുവിൽ ഡൈനാസ്റ്റികൾ പറയുന്ന ഒരു കാലമാണ്, പൊളിറ്റിക്കൽ ഡൈനാസ്റ്റീസിന്റെ കാലഘട്ടത്തിൽ. എങ്ങനെയാണ് അതിലൊന്നും ഒരു പ്രലോഭനങ്ങളിൽ വീഴാതെ അങ്ങനെ വളരെ ശാന്തമായി നിന്ന് ഇവരൊക്കെ ഇങ്ങനെ ആകുന്നു? സ്റ്റേറ്റുകാർ തന്നെയാണല്ലോ പ്രധാനം. അതിനപ്പുറത്തിന് വേറെ എത്ര പരശതം കോടിയുടെ വാഹനമായാലും സ്റ്റേറ്റുകാരന് തുല്യമാവില്ല. അങ്ങനെയൊന്നും അവിടെ നിന്ന് ആഗ്രഹിച്ചിട്ടില്ല. ഇനി അങ്ങനെ ഉണ്ടാവില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ ഒക്കുമോ? പുതിയ തലമുറയാണ്, ചിലപ്പം മാറ്റം വന്നേക്കാം, എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഞങ്ങളുടെ ഒരു പാരമ്പര്യ രീതി എന്നുള്ളത് ആരെ അധികാരം ഏൽപ്പിക്കണം എന്ന് തീരുമാനിക്കാനുള്ള അധികാരം ഞങ്ങൾക്ക് കിട്ടും. ആ അധികാരമാണ് ഏറ്റവും വലിയ അധികാരം. ഒറ്റ ചോദ്യം കൂടി ഉത്തരം പറയാൻ പ്രയാസമുള്ള ഒരു ചോദ്യമാണ് ഇനി ഞാൻ തങ്ങളോട് ചോദിക്കുന്നത്. പക്ഷെ ആ ചിരിയിൽ നിന്ന് എനിക്ക് വായിച്ചെടുക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. ഒരുപക്ഷെ കോൺഗ്രസോ UDF അടുത്തവണ അധികാരത്തിൽ വന്നാൽ ലീഗ് ആരെയായിരിക്കും മുഖ്യമന്ത്രിയായി വേണമെന്ന് പറയുക? ഇപ്പൊ ഒരു തീരുമാനം മനസ്സിലുള്ളത് നമ്പർ 2 എന്നൊരു ഇതുണ്ടല്ലോ, അത് തുടരും. ഇനി നമ്പർ 1 ആവണോ എന്നുള്ളത് ബാക്കിയുള്ള എല്ലാവരും കൂടിയാണ് തീരുമാനിക്കേണ്ടത്. ഒരിക്കലും അടയ്ക്കാത്ത തറവാടുകളിലൊന്നാണ് കൊടപ്പനിക്കൽ തറവാടിന്റെ വാതിൽ. ഒരുപക്ഷെ അങ്ങനെ അടയാതെ കിടക്കുന്ന ഗേറ്റുകൾ കുടുംബങ്ങളുടെ പേരിൽ പോലീസ് സ്റ്റേഷനുകൾ അങ്ങനെ അടയ്ക്കില്ല എന്ന് കേട്ടിട്ടുണ്ട്. കാരണം എപ്പോഴും നിരന്തരം പ്രശ്നങ്ങളാണ് അവിടെ. ഒരർത്ഥത്തിൽ ഒരു കേവലം പോലീസ് സ്റ്റേഷനപ്പുറത്ത് മനുഷ്യന്റെ മനസ്സിന് ശാന്തത പകരാൻ പല പ്രയാസപ്പെടുന്ന വളരെ ഗൗരവവും സങ്കീർണവുമായ ചില നിമിഷങ്ങളിൽ കേരളത്തിലെ ഒരു സമൂഹത്തിന്റെ ഉത്തരം അല്ലെങ്കിൽ ഒരു പൊതുസമൂഹത്തിന്റെ ശബ്ദം എവിടെ നിന്നാണ് ഉയർന്നു കേൾക്കേണ്ടതെന്ന് പ്രതീക്ഷയോടെ നോക്കുന്നത് അങ്ങോട്ടേക്കാണ്. ഇന്നുവരെ ആ പ്രതീക്ഷയ്ക്കും അതിന്റെ യോഗ്യതയ്ക്കും ഉചിതമായ രീതിയിലല്ലാതെ അവിടെ നിന്നൊരു വിഷയത്തെ പരിഗണിക്കപ്പെട്ടിട്ടില്ല, പരിഹരിക്കപ്പെട്ടിട്ടില്ല. നാളെയും അത് ഈ സമൂഹത്തിന്റെയും സംസ്ഥാനത്തിന്റെയും രാജ്യത്തിന്റെയും ഒക്കെ ഒരു കാവലാകും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. സന്തോഷം തിരക്കുകൾക്കിടയിൽ ഇത്രയും സമയം സംസാരിക്കാൻ പറ്റിയത്.